സംസ്ഥാനത്തൊട്ടാകെ SIRന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ വീട്ടിലും BLOമാരെത്തി ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് അതിൻ്റെ പ്രോസസ്സുകൾ തുടർ നടപടികളും ആരംഭിക്കുകയാണ്. ഇനി ഫോം ഫില്ല് ചെയ്യാനും SIRുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഒരുപാട് സംശയങ്ങളും ജനങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്തരമൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. എന്നോടൊപ്പം കൂടെയുള്ളത് ബിലാൽ ചൂരിയാണ്. ബിലാൽ ചൂരി ഈ വോളണ്ടിയർ സേവനം അഥവാ SIRുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. SDPI പ്രവർത്തകൻ കൂടിയാണ് ബിലാൽ ചൂരി. ഏതായാലും SIRുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ഒരു സാഹചര്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കാണുക. SIRുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം BLOമാർ വീടുകളിലെത്തി ഫോമുകൾ വിതരണം ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാർ ഫോമുകൾ വിതരണം ചെയ്യുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും ഇപ്പോഴും ദൂരീകരിക്കാൻ പറ്റിയിട്ടില്ല. പല സമയത്തും BLOമാരോട് നമ്മൾ ചില കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടി ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ പലതിലും അവ്യക്തതയുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സംശയങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിൽ മറ്റുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇതിലെ ആശങ്കകൾ ജനങ്ങൾ ഒരുപാട് പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെപ്പറ്റി എന്താണ് ജനങ്ങളോട് പറയാൻ? SIRുമായി ബന്ധപ്പെട്ട് നവംബർ 4 മുതൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ BLOകൾ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പല വാർഡുകളിലും പല വാർഡുകളിലെ വീടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ എന്യൂമറേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് എന്നതിൽ അവ്യക്തത ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പൊതുജനങ്ങൾക്കുണ്ട്, വോട്ടർമാർക്കും ഉണ്ട്, അതേപോലെ BLOമാർക്കിടയിലും ഉണ്ട് എന്നതാണ് വലിയൊരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം BLOമാർക്ക് തന്നെ പല BLOമാർ കൂടി ബന്ധപ്പെട്ടപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിലുള്ള അവ്യക്തതകൾ പൂർണ്ണമായിട്ടും ദൂരീകരിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ BLOമാരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ BLOമാർ കൃത്യമായിട്ടുള്ള പല മറുപടിയും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് എന്യൂമറേഷൻ ഫോം നമുക്ക് കിട്ടുന്നത്, എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത് ഇതാണ് എന്യൂമറേഷൻ ഫോം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിലവിലെ 2025 നിയമസഭ ലോക്സഭ ലിസ്റ്റിൽ വോട്ട് ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന എന്യൂമറേഷൻ ഫോമാണ്. എല്ലാ ആളുകൾക്കും, നിലവിൽ വോട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ എന്യൂമറേഷൻ ഫോമുകൾ നൽകും. അവരെന്താണ് ചെയ്യേണ്ടത്? അവര് 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇതിലൂടെ ഹാജരാക്കുകയാണ് വേണ്ടത്. അതിന് ഫില്ല് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഓൾറെഡി ആദ്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പേര് ഓൾറെഡി ഉണ്ട്, വോട്ടറുടെ പേരുണ്ട്, അതേപോലെ അവരുടെ നിലവിലുള്ള എപിക് നമ്പർ അന്നത്തതും ഇന്നത്തതും വ്യത്യാസമുണ്ട്. 2002 നിലവിലെ എപിക് നമ്പറും രണ്ടും രണ്ടാണ്. അപ്പൊ നിലവിലുള്ള എപിക് നമ്പർ വെച്ചിട്ടാണ് ഈ ഫോമുകൾ നൽകുന്നത്. നിലവിലുള്ള വാർഡും അതേപോലെ നിലവിലുള്ള വീട്ടു നമ്പറും വെച്ചിട്ടാണ് ഈ ഫോം തരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, സാധാരണ നമുക്ക് നിലവിലെ നമ്മുടെ ഡോക്യുമെന്റ്സുകളിലൊക്കെ നിലവിലെ നമ്മുടെ പാസ്പോർട്ടിലും അതേപോലെ റേഷൻ കാർഡിലും ബാക്കിയുള്ള ID കാർഡിലൊക്കെ ഉള്ള അതേ പേരുകളാണ് ഇവിടെ നൽകേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, പിന്നെ നിലവിൽ നമ്മൾക്ക് വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, അത് ഇനീഷ്യലോട് കൂടിയ. പണ്ടൊക്കെ SIR ലിസ്റ്റിൽ 2002 ഇനീഷ്യലൊന്നും കാണില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു അബ്ദുല്ല CA എന്ന ഒരു വ്യക്തിയുടെ പേര് കാലി അബ്ദുല്ല എന്നായിരിക്കും 2002 ലിസ്റ്റ്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ നിലവിൽ സൂക്ഷിക്കുന്ന ലിസ്റ്റിൽ കറക്റ്റ് അതിൻ്റെ ഇനീഷ്യലാണ്. ഇനീഷ്യൽ വെച്ചിട്ട് നിലവിൽ എങ്ങനെയാണോ ഡോക്യുമെന്റ്സ് നമ്മുടെ ലിസ്റ്റിലുള്ള അതേപോലെ നൽകണം, മാതാവിൻ്റെ അതേപോലെ നൽകണം. അതേപോലെ എപിക് നമ്പർ നിലവിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് അവർക്ക് നിലവിൽ വോട്ട് ഉണ്ടെങ്കിൽ എപിക് നമ്പർ കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൽ കൊടുക്കേണ്ട മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്ഷനലാണ് ഇത്. പിന്നെ നമ്മുടെ ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പങ്കാളികളുടെ പേര് നൽകുക, അവരുടെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഈ സംഭവം കൂടുതൽ ആളുകൾക്ക് ഒന്നും കൺഫ്യൂഷൻ ഇല്ല. ഇതെല്ലാവർക്കും
പിന്നെ പൂരിപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഇനി നിലവിലുള്ള നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് വോട്ട് ഇട്ടുകൊണ്ടതാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയാം. അത് യാതൊരു സംശയമില്ല. നമ്മൾക്ക് ആശങ്കകളും അവ്യക്തതകളും വരുന്നത് രണ്ടാമത്തെ അവസാന SIRന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ നൽകുന്നതിൽ ഒരുപാട് അവ്യക്തതകൾ. ആ അവ്യക്തതകൾക്ക് പ്രധാന കാരണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സൈറ്റിൽ ഒരു എക്സാമ്പിളോ ഇല്ലെങ്കിൽ വീഡിയോകളോ ഇല്ലെങ്കിൽ ഒരു എന്തെന്ന് പറയുന്നത് അതിനൊരു ഡെമോ വീഡിയോ കൊടുക്കാൻ വിശദമായി. എങ്ങനെയെന്ന് പറഞ്ഞാൽ 2002 അന്നും ഇന്നും വോട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഫില്ല് ചെയ്യേണ്ടത് എന്നും 2002 വോട്ട് ഇന്ന് വോട്ടുള്ള ആളുകളും 2002 വോട്ടിൽ ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നും, അതേപോലെ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന പിന്നെ ഭാര്യമാരും അവരൊക്കെ പല വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, അവർക്കും കൂടി വോട്ട് ചേർക്കേണ്ടത്, അവർ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഒരു ലോഗോ വീഡിയോ ഈ കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇല്ലെങ്കിൽ അവർ ഏൽപ്പിച്ച BLOമാരിൽ നിന്ന് കൃത്യമായിട്ടുള്ള അറിവുകൾ ലഭ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പൊ ഈ സാമ്പിൾ ഫോം എങ്കിലും ജനങ്ങൾക്കിടയിൽ സാമ്പിൾ ഫോം കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പൊ വീഡിയോകളും പല ഇതും സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നത്. എന്നിട്ടും ആളുകൾക്ക് അവ്യക്തതയാണ്. കാരണം വ്യക്തമല്ലാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇതിൽ എങ്ങനെ നോക്കിയാൽ നമ്മുടെ ബന്ധുവിന്റെ ബന്ധുക്കളിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അവ്യക്തത ഉണ്ടാവും, സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഈ അവസാന SIRന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ കൊടുക്കേണ്ടത് നിലവിൽ വോട്ട് ഉള്ള ആളുകളും 2002 വോട്ടുള്ള ആളുകളും ഈ രണ്ടാമത്തെ കോളത്തിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വോട്ടറുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇത് ഇവിടെ മെൻഷൻ ചെയ്തില്ലേ, ഈ വ്യക്തിക്ക് 2002 SIR ലിസ്റ്റിൽ ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തെളിവാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം അവരുടെ പേരാണ്, വോട്ടറുടെ പേരാണ് കൊടുക്കുക. ഇതിലൊരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട്. ഇവിടെ കൊടുക്കുന്നത് പലരും ഒന്നെങ്കിൽ ബന്ധുവിന്റെ പേരോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, അതിലും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് ഈ വ്യക്തിയുടെ പേര്, ഈ വ്യക്തിയുടെ എപ്പിക് നമ്പർ. ഏത് എപ്പിക് നമ്പർ? നിലവിലെ എപ്പിക് നമ്പർ അല്ല, 2002 ലിസ്റ്റില് എല്ലാവർക്കും എപ്പിക് നമ്പർ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അത് നൽകുക എന്നുള്ളതാണ്. ആ എപ്പിക് നമ്പർ കൊടുക്കുക. പിന്നെ ബന്ധുവിന്റെ പേര് കൊടുക്കണം. ബന്ധുവിന്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പല ബന്ധുക്കളുണ്ടാവും. SIR 2002 ലിസ്റ്റിൽ എങ്ങനെയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിന്റെ ഇതിൽ അതേപോലെ കൊടുക്കാം. ഇനി ഭർത്താവിന്റെ പേരാണെങ്കിൽ ഭാര്യന്റെ പേരാണെങ്കിൽ പലർക്കും അതിലും കൺഫ്യൂഷൻ ഉണ്ട്. അത് BLOമാർക്ക് ചോദിച്ചപ്പോൾ അവർക്കും സംശയങ്ങളുണ്ട്. അവര് ഭർത്താവിന്റെ പേര് രക്തബന്ധുക്കളെ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നും പറയുന്നുണ്ട്, കൊടുക്കുക എന്നും പറയുന്നുണ്ട്. അതേപോലെ ലിസ്റ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ 2002 SIR ലിസ്റ്റിൽ ബന്ധുവിന്റെ പേര് എങ്ങനെയാണ് നമ്മുടെ മുമ്പ് നേരെ ഫ്രണ്ടിൽ ഉള്ളത് അതേപോലെ കൊടുക്കാം. എന്നിട്ട് ആ ബന്ധുവിന്റെ ബന്ധങ്ങൾ എന്താണ്, ആ ബന്ധുവായിട്ടുള്ള ബന്ധങ്ങൾ, ഫാദർ ആണെങ്കിൽ ഫാദർ, മദർ ആണെങ്കിൽ മദർ, ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതിലൊന്നും സംശയം, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ ഇപ്പൊ കാസർഗോഡിനെ സംബന്ധിച്ചുള്ള 002, പിന്നെ ഈ വ്യക്തിയുടെ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗം നമ്പർ അഥവാ അതിൽ പാർട്ട് നമ്പർ എന്ന് ഉണ്ടാവും. ആ ഭാഗം നമ്പറും സീരിയൽ നമ്പർ ഈ ക്രമ നമ്പർ അത് കൊടുക്കാന്നുള്ളത്. ഇനി പിന്നെ മൂന്നാമത് വരുന്നത് ഇത് ഏകദേശം ഈ 2 പേജ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ഇവിടെയും ഫില്ല് ചെയ്യും, ഇവിടെയും ഫില്ല് ചെയ്യും, ഇവിടെയും ഫില്ല് ചെയ്യും, മൂന്നും ഫില്ല് ചെയ്യും. ചെയ്താലും മൂന്നാമത്തെ ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. 2002 ഉള്ള ആൾക്കാർക്ക് ഈ 2 ഇത് മതി. വളരെ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളാണ്, അവിടെ കഴിഞ്ഞു. മൂന്നാമത്തെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കൺഫ്യൂഷൻ വരും. മൂന്നാമത്തെ ഫില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ ക്രമ നമ്പറും ആരുടെ ക്രമ നമ്പർ കൊടുക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അതിൻ്റെ ആവശ്യമില്ല, ഈ 2 ഫില്ല് ചെയ്താൽ മതി. മൂന്നാമത്തത് ആർക്കാണുള്ളത്? ലിസ്റ്റിൽ 2002 ലിസ്റ്റിൽ SIR ലിസ്റ്റിൽ ഇടം നേടാത്ത ആളുകൾക്കാണ് ഈ മൂന്നാമത്തതിൽ. അവർക്ക് ഈ രണ്ടാമത്തതിന്റെ ആവശ്യമില്ല, അവർക്ക് മൂന്നാമത്തതിന്റെ മാത്രം. അവർ കൊടുക്കേണ്ടത് മുൻകോളത്തിൽ അവസാന SIR പേര് നൽകിയിരുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശം.
അവിടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടത്. പല ആളുകളും എന്താക്കുന്നത്, അവരെ പേര് കൊടുത്തിട്ട് ആദ്യം പിന്നെ അവരുടെ ബന്ധുക്കൾ കൊടുക്കുന്നത്. അതല്ല, അവിടെ SIR ലിസ്റ്റിൽ അവരുടെ ബന്ധങ്ങളാണ് ചോദിക്കുന്നത്. ആ ബന്ധുക്കളുടെ വിവരങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ SIR ലിസ്റ്റിൽ 2002 ഇല്ല, ഞാനിവിടെ ആരെ കൊടുക്കും? ആദ്യത്തെ പേര് എൻ്റെ ഉപ്പാന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പേരാണ് കൊടുക്കുന്നത്. ആ പിതാവിന്റെ പേര് കൊടുക്കും, ആ പിതാവിന്റെ എപിക് നമ്പർ കൊടുക്കും. ബന്ധുവിന്റെ പേര് എങ്ങനെയാണോ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ കൊടുക്കും. ആ പിതാവിന്റെ ബന്ധം ആരാണ്, ഫാദർ ആണെങ്കിൽ മദർ ആണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ കൊടുക്കും. എന്നിട്ട് അവരുടെ അതേ ഭാഗം നമ്പർ, ഇവരുടെ ഭാഗം നമ്പറും ക്രമ നമ്പറും കൊടുക്കും. ലിസ്റ്റ് പ്രകാരം. അപ്പൊ ഈ ക്രമ നമ്പർ വെച്ചിട്ട് ഈ നിയമസഭാ മണ്ഡലം 002 ഈ ക്രമ നമ്പർ നമ്മുടെ ഇപ്പൊ ഉദാഹരണത്തിന് 050 നമ്മുടെ 050 അത് എടുത്തു നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽസ്, ഈ ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടി. ഓക്കെ, നേരെ മറിച്ചിട്ട് ഇവിടെയും കൊടുത്ത് ഫുള്ള് കൺഫ്യൂഷൻ മൊത്തത്തിൽ. അപ്പോൾ BLOമാരെ ബന്ധപ്പെട്ടപ്പോൾ ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന നിലയിലാണ് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫില്ല് ചെയ്യുന്നതിലുള്ള ആശങ്കകളും ഫില്ല് ചെയ്യുന്നതിലുള്ള അവ്യക്തതകളും വ്യാപകമായിട്ട് ഒരുപാടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ BLOമാർ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ജോലികൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു വീടുകളിൽ തന്നെ മണിക്കൂറുകളോളം ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. നമുക്ക് 1 മാസമാണ് സമയം തന്നിട്ടുള്ളത്. ഈ 1 മാസം കൊണ്ട് ഇത്രയെല്ലാം വീടുകളിൽ നിന്ന് പല വീട്ടുകാർക്കും ഇപ്പോഴും ധാരണയും ഒന്നും ഇല്ല ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് ഒരുപാട് ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കുന്നതാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഈ വളണ്ടിയർ സേവനം നടത്തുന്ന ബിലാൽ ശൂരി പറയുന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇവിടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ ഭരണകൂടം ഇതിന് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് മാറാതെ ജനങ്ങൾക്ക് എളുപ്പമാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഇതിനെ സേവന സന്നദ്ധരായ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും. ഒന്നാമത്തെ കാര്യം, ഈ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിന്റെ കാലാവധി. ഇതിൽ 3 തവണ BLOമാർ വീട്ടിലെത്തും. ഇതിലൂടെയാണ് ഈ പ്രോസസ് പൂർത്തീകരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ചില സംശയങ്ങളാണ്, എഴുതാനും വായിക്കാനും അറിയാത്തതിന്റെ മാത്രം പ്രശ്നമല്ല, അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ കുറവായിരിക്കും. പക്ഷേ സംശയങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും പലരും പൂരിപ്പിച്ചു കഴിഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ. ചിലരുടെ ഫോമുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കറപ്ഷൻ വന്നാൽ അതിനുള്ള പ്രതിവിധി എന്താണ് എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ചയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം SIRുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ എന്നുള്ളത് വളരെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ബിലാലിനെ പോലെയുള്ള സാമൂഹിക പ്രവർത്തകർ അവരുടെ ജോലികൾക്കിടയിലാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും ഈ സൗകര്യങ്ങൾ ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 1 മാസത്തിനുള്ളിൽ ഈ കേരളത്തിലുള്ള മുഴുവൻ വീടുകളിലും ഈ പ്രോസസ് പൂർത്തീകരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് നിർവഹിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഈ സമയം നീട്ടി നൽകുമെന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും, ബിലാലിനെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിൽ സേവന പ്രവർത്തനവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വർക്കുകൾ നടക്കേണ്ടതുണ്ട്. അത് എന്താണ് ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയാനുള്ളത്? ഇപ്പോൾ എനുമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഫോം ഫില്ല് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അത് 100% ക്ലാരിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം മാത്രമേ അത് BLOകൾക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകാൻ പാടുള്ളൂ എന്നാണ്. എന്തൊക്കെ എഴുതി വെച്ചിട്ട് എന്തൊക്കെ ഇതാക്കിയിട്ട് ലാസ്റ്റ് ഹിയറിംഗ് സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അവസാനം ഹിയറിംഗ് വിളിക്കുമ്പോഴും അതിൽ ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആവാൻ ഇടവരുത്താതെ
നമ്മൾ ഫില്ല് ചെയ്യുന്നതിൽ 100% ക്ലാരിഫിക്കേഷൻ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ BLOകൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് ആരും ധൃതി പിടിക്കേണ്ടതില്ല, ഒരു ജാഗ്രത മാത്രം പുലർത്തിയാൽ മതി എന്ന് മാത്രമേ ഇതിൽ പറയാം. ഏതായാലും SIR പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിരന്തരമായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. SIRമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് സർക്കാരും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെതായ നമ്പറുകൾ വെബ് ഡെസ്കിൽ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ ആരാണോ, BLO ആരാണോ, അവരെ ബന്ധപ്പെടുക. സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായും ജാഗ്രതയോടുകൂടി ഈ കാര്യത്തെ കാണുക.